ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് ഇന്ന് വേറൊരു ടോപ്പിക്കായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാളം ശൈലികളാണ്. മലയാളം ശൈലികളിൽ നമ്മൾ 160 മലയാളം ശൈലി പഠിച്ചു കഴിഞ്ഞു. എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് നമ്മൾ ഓരോ ക്ലാസ് തുടങ്ങുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ 161ാമത്തെ ശൈലിയിലേക്കാണ് കടക്കാൻ പോകുന്നത്. മലയാളം നമ്മൾ ഏകദേശം നമ്മുടെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ആ തീർത്തതെല്ലാം തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ എക്സാമുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. 161ാമത്തത് അഞ്ചാം പത്തി എന്ന് പറഞ്ഞിട്ടുള്ള മലയാള ശൈലി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അവസരവാദി അല്ലെങ്കിൽ ഒറ്റുകാരൻ. എന്താണ്? അവസരവാദി അല്ലെങ്കിൽ ഒറ്റുകാരൻ. അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മലയാളം ശൈലിയാണ് അഞ്ചാം പത്തി. അരക്കില്ലം എന്ന് കേട്ടിട്ടില്ലേ? എന്താ അരക്കില്ലം? അരക്കില്ലം എന്ന് പറഞ്ഞാല് ചതിവീടാണ്. പണ്ട് നമ്മുടെ പാണ്ഡവരെ കൊടുക്കാൻ വേണ്ടിയിട്ട് അരക്കില്ല ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ? അപ്പൊ അരക്കില്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചതിവീട് എന്നാണ് അർത്ഥം ട്ടോ. നെക്സ്റ്റ്, കോടാലി എന്ന് നമ്മൾ ഉപയോഗിക്കുക. അയാൾ ഒരു കോടാലിയാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അയാൾ ഒരു ഉപദ്രവകാരിയാണ് എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കോടാലി എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ഉപദ്രവകാരി എന്നതിനുള്ള ഒരു മലയാളം ശൈലിയായിട്ടാണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ്, എരച്ചു കയറുക എന്ന് പറഞ്ഞാൽ എന്താ? ശബ്ദിച്ചു പ്രവേശിക്കുക. വെള്ളം എരച്ചു കയറി എന്നൊക്കെ പറയാറില്ലേ? ശബ്ദം ഉണ്ടാക്കിയിട്ട് ശബ്ദിച്ചു പ്രവേശിക്കുന്നതിനെയാണ് എരച്ചു കയറുക എന്ന് പറയാം. എലി പോലെ വിറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അയാൾ എലി പോലെ നിന്ന് വിറയ്ക്കുന്നു പറഞ്ഞാൽ അയാൾക്ക് ഒരുപാട് ഭയം തോന്നി, അതായത് അധികം ഭയപ്പെടുക എന്നതാണ് എലി പോലെ വിറയ്ക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഏകമയം പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഭാവമില്ലായ്മ എന്നാണ്. വ്യത്യസ്ത ഭാവം ഇല്ല, ഒരൊറ്റ ഭാവം. അതാണ് ഏകമയം പരബ്രഹ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ വ്യത്യസ്ത ഭാവങ്ങളില്ലാത്ത ആ അവസ്ഥയെ കാണിക്കാനാണ് ഏകമയം പരബ്രഹ്മം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ശൈലി ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, അധരവ്യായാമം എന്ന് പറഞ്ഞാൽ എന്താ? പ്രയോജനമില്ലാത്ത സംസാരം. പ്രയോജനമില്ലാതെ ഒരാൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ കാണിക്കുന്നതിനുള്ള ഒരു മലയാളം ശൈലിയാണ് അധരവ്യായാമം. നെക്സ്റ്റ്, ഏറെ വെളുത്താൽ പാണ്ട്. അത് കേട്ടിട്ടുണ്ടാവും അല്ലെ? ഏറെ വെളുത്താൽ പാണ്ട്, അതായത് ഗുണം അധികമായാൽ അതും നന്നല്ല അല്ലെ? അധികം ഗുണമായാൽ അതത്ര പോരാന്നാണ് അത്ര പറയുന്നത്. അപ്പൊ അതിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏറെ വെളുത്താൽ പാണ്ട് എന്നുള്ള മലയാളം ശൈലി സാധാരണയായിട്ട് ഉപയോഗിക്കാം. ഒച്ചിഴയുക എന്ന് പറഞ്ഞാൽ എന്താ? ഒച്ചിഴയണ പോലെ പോണെന്ന് പറഞ്ഞാൽ വളരെ സ്ലോലി പോണം അല്ലെ? മന്ദഗതി എന്നാണ് കാണിക്കുന്നത്. കാക്ക മലർന്നു പറക്കും. നീ അത് ചെയ്താൽ ഇനിയിപ്പോ കാക്ക മലർന്നു പറക്കും എന്നൊക്കെ പറയാറുണ്ടല്ലേ? അതായത് അസംഭവ്യം. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് കേട്ടോ. ജസ്റ്റ് പറഞ്ഞു പോണതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. കാഞ്ഞ വിത്തിന് ഛേദമില്ല. കേട്ടിട്ടുണ്ടോ? കാഞ്ഞ വിത്തിന് ഛേദമില്ല. എന്താ? ക്ലേശം അനുഭവിച്ച് പരിചയിച്ചവർക്ക് ഉപദ്രവം ഉണ്ടാവുകയില്ല. അതായത് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു വന്ന ആളുകൾക്ക് വേറെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അതും എഫക്റ്റ് ചെയ്യില്ല. അതാണ് കാഞ്ഞ വിത്തിന് ഛേദമില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന് പറഞ്ഞാൽ എന്താ? അവസരം നോക്കി പ്രവർത്തിക്കുക എന്നതാണ് കേട്ടോ. കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്താണ്? അവസരം നോക്കി പ്രവർത്തിക്കുക. ഓക്കെ, അവസരം നോക്കി പ്രവർത്തിക്കുക. കാലിൽ പിടിച്ചവന്റെ വാലിൽ പിടിക്കുക. എന്താണ്? കാലിൽ പിടിച്ചവന്റെ വാലിൽ പിടിക്കുക. എന്താണ്? ആശ്രയിച്ചവനെ ആശ്രിതനാവുക. അതായത് നമ്മൾ ആരെയാണോ ആശ്രയിച്ചത് അവന്റെ ആശ്രിതനായി തീരുക. കാലിൽ പിടിച്ചവന്റെ വാലിൽ പിടിക്കുക എന്നതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ആശ്രയിച്ചവന്റെ ആശ്രിതനായിട്ട് തീരുക. ഓക്കെ, നെക്സ്റ്റ്, കാഹളം ഊതുക. കാഹളം ഊതുക എന്ന് പറഞ്ഞാൽ എന്താ? പരസ്യപ്പെടുത്തുക എന്നതാണ്. കാഹളം ഊതുക എന്ന് പറഞ്ഞാല് പരസ്യപ്പെടുത്തുക. നെക്സ്റ്റ്, കാപ്പുകെട്ടുക എന്ന് പറഞ്ഞാലോ? കാപ്പുകെട്ടുക, ഒരുങ്ങി ഇറങ്ങുക എന്നൊക്കെ പറയില്ലേ? അതിനാണ് കാപ്പുകെട്ടുക എന്ന് പറയാം. കിടക്കപ്പൊറുതി എന്ന് കേട്ടിട്ടുണ്ടോ? കിടക്കപ്പൊറുതി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുകൂടാനുള്ള സൗകര്യം എന്നതാണ് കേട്ടോ അർത്ഥം. കഴിഞ്ഞുകൂടാനുള്ള സൗകര്യം ഉണ്ടാവും. അതിന് കിടക്കപ്പൊറുതി വേണം എന്നൊക്കെ പറയില്ലേ? കഴിഞ്ഞുകൂടാനുള്ള ഒരു സൗകര്യം, അതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, കിണറ്റിൽ കല്ലിടുക എന്ന് പറഞ്ഞാലോ?
ആരും അറിയാതിരിക്കുക എന്നതിന് ഉപയോഗിക്കുന്ന ഒരു മലയാളം ശൈലിയാണ് കിണറ്റിൽ കല്ലിടുക. ചിലപ്പോൾ നമുക്കത് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് അല്ലെ, ആരും അറിയാതിരിക്കുകയാണോ കിണറ്റിൽ കല്ലിടുക എന്ന്. അതുകൊണ്ട് അതൊന്നും ഓർത്തു വെക്കാട്ടാ. കീശയിൽ കൈയിട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ തൊഴിലില്ലാതെ അലയുക എന്നതാണ് കേട്ടോ. അതായത് തൊഴിലില്ലാതെ അലയുന്നതിനെയാണ്, അതിന് അങ്ങനെ നടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് മലയാള ശൈലി ഉപയോഗിക്കുക? കീശയിൽ കൈയിട്ട് നോക്കുക. കുതിരയില്ലാത്ത നാട്ടിൽ കഴുത. കുതിരയില്ലാത്ത നാട്ടിൽ കഴുത എന്ന് പറഞ്ഞാൽ മഹാന്മാരില്ലാത്തിടത്ത് അല്പന്മാർ പ്രമാണികളാകും. അതിനെ കാണിക്കാനാണ് കുതിരയില്ലാത്ത നാട്ടിൽ കഴുത എന്ന മലയാളം ശൈലി യൂസ് ചെയ്യാം. കുത്താൻ വരുന്ന പോത്തിനോട് വേദമോതുക, അതൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഉപദ്രവിക്കാൻ വരുന്നവനോട് സമാധാനോപദേശം ചെയ്യുക എന്നതാണ് കുത്താൻ വരുന്ന പോത്തിനോട് വേദമോതുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുത്തിവെച്ച പാവ എന്ന് പറഞ്ഞാൽ എന്താ? അത് കേട്ടിട്ടുണ്ടോ? ചൈതന്യമില്ലാത്തയാള് എന്നാണ് കുത്തിവെച്ച പാവ എന്നതുകൊണ്ട്. കുത്തിവെച്ച പാവയോ കുത്തിവെച്ച പാവയോ എന്താണെങ്കിലും എന്താണ്? ചൈതന്യമില്ലാത്തയാൾ, കുത്തിവെച്ച പാവട്ടാ. അമരം പിടിക്കുക എന്ന് പറഞ്ഞാലോ വഴി കാണിക്കുക എന്നാണ് അർത്ഥം. അമരം പിടിക്കുക, വഴി കാണിക്കുക. അധരാനുകമ്പ. അധരാനുകമ്പ എന്ന് പറഞ്ഞാൽ വാക്കിൽ മാത്രം അനുകമ്പ എന്നാണ്. വാക്കിൽ മാത്രം അനുകമ്പയുള്ളൂ, അതിനെ നമ്മൾ എന്താ പറയാ? അതൊരു അധരാനുകമ്പയാണ് എന്നാണ് കേട്ടോ പറയാ. ഇലയിട്ടു ചവിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുക. ഇല ഇട്ടിട്ടല്ലേ ചവിട്ടണ? അറിഞ്ഞുകൊണ്ടല്ലേ. ഓക്കെ, അപ്പൊ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യണേനെ മലയാളം ശൈലിയിൽ എന്ത് പറയും? ഇലയിട്ടു ചവിട്ടുക എന്ന് പറയും. ആ പാദചൂടം നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? ആ പാദചൂടം മുഴുവൻ, അതായത് പാദം മുതൽ ചൂടം വരെ, അതായത് ആ പാദചൂടം മൊത്തത്തില് മുഴുവനായിട്ട്. ഓക്കെ. ഇലവു കാത്ത കിളി. ഇലവു കാത്ത കിളി എന്താ? അത് ഫലമില്ലാത്ത കാത്തിരിപ്പ്. ഒരാൾ വെറുതെ യാതൊരു ഫലമില്ലാതെ കാത്തിരിക്കുന്നതിന് എന്താ പറയാ? അതൊരു ഇലവു കാത്ത കിളീനെ പോലുള്ള ഇരിപ്പാണ് എന്ന് പറയും കേട്ടോ. അധര വ്യായാമം, ആവശ്യമില്ലാത്ത സംഭാഷണം നമ്മൾ പറഞ്ഞു അല്ലെ. കുടത്തിലെ വിളക്ക്, പുറത്തറിയാത്ത യോഗ്യതേനെയാണ് എന്ത് പറയുന്നത്? കുടത്തിലെ വിളക്ക്. കുടത്തിലെ വിളക്ക് ആർക്കും അറിയാൻ പറ്റില്ല അത്. കണ്ണടയ്ക്കുക എന്ന് പറഞ്ഞാലോ ദയ കാണിക്കുക. 60 കാലം എന്ന് പറഞ്ഞാൽ വാർദ്ധക്യമാണ് കേട്ടോ. 60 വയസ്സ് എന്ന് ആലോചിച്ചാൽ മതി, വാർദ്ധക്യല്ലേ. വെള്ളരിക്കാപട്ടണം അറിയുണ്ടാവും അല്ലെ. നീതിയും നിയമവും ഇല്ലാത്ത സ്ഥലത്തിനെയാണ് വെള്ളരിക്കാപട്ടണം എന്ന് പറയാം. ഇതെന്താ ഇപ്പൊ ഇത് വെള്ളരിക്കാപട്ടണമാണോ എന്നൊക്കെ ചോദിക്കാറില്ലേ ചിലര്. അപ്പൊ നീതിയും നിയമവും ഇല്ലാത്ത സ്ഥലം എന്ന അർത്ഥത്തിലാണ് വെള്ളരിക്കാപട്ടണം എന്ന് ഉപയോഗിക്കാറ്. പടല പിണങ്ങുക എന്ന് പറഞ്ഞാലോ അടിയോടെ തെറ്റിപ്പോകുന്നതിനെയാണ് പടല പിണങ്ങുക എന്ന് പറയാട്ടാ. ഭരതവാക്യം ചൊല്ലുക എന്ന് പറഞ്ഞാല് അവസാനിപ്പിക്കുക എന്നാണ് അർത്ഥം കേട്ടോ. ഭരതൻ അവസാനിപ്പിക്കുകയാണ് എല്ലാം പറഞ്ഞിട്ട്. അപ്പൊ ഭരതവാക്യം ചൊല്ലുക എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക. സിംഹാവലോകനം എന്ന് പറഞ്ഞാൽ ആകെ കൂടി നോക്കുക, മൊത്തത്തിൽ അവലോകനം ചെയ്യുന്നതിനെയാണ് സിംഹാവലോകനം. സിംഹം വലിയ ആളല്ലേ. ഓക്കെ. ആകാശകുസുമം എന്ന് പറഞ്ഞാലോ സംഭവിക്കാത്ത കാര്യം, അതായത് വെറുതെ നീ ആകാശകുസുമം കാണണ്ടട്ടോ, അതായത് സംഭവിക്കാത്ത കാര്യത്തിന് വേണ്ടി മനക്കോട്ട കെട്ടണ്ടട്ടോ എന്നൊക്കെ പറയില്ലേ. ആകാശകുസുമം എന്ന് പറഞ്ഞാൽ സംഭവിക്കാത്ത കാര്യം എന്നാണ് അർത്ഥം. മുയൽക്കൊമ്പ് കേട്ടിട്ടുണ്ടോ? മുയൽക്കൊമ്പ് ഇല്ലാത്ത വസ്തുവാണ് കേട്ടോ. ഇല്ലാത്ത വസ്തുവിനെയാണ് മുയൽക്കൊമ്പ് എന്ന് പറയാം. തിരയെണ്ണുക എന്ന് പറഞ്ഞാലോ നിഷ്ഫലമായിട്ട് പ്രവൃത്തി ചെയ്യുക, അതായത് യാതൊരു ഫലമില്ലാതെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് തിരയെണ്ണുക എന്ന് പറയാം. ഗണപതിക്ക് കുറുക്കുക എന്ന് പറഞ്ഞാലോ ആരംഭിക്കുക, അതായത് എല്ലാം നമ്മൾ തുടങ്ങുക ഗണപതിക്ക് കൊടുത്തിട്ടാണെന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ ഗണപതിക്ക് കുറുക്കുക എന്ന് പറഞ്ഞാൽ ആരംഭിക്കുക എന്നാണ് അർത്ഥം. എൻ പിള്ള നയം എന്ന് പറഞ്ഞാലോ വേണ്ടപ്പെട്ടവരോട് കൂറുകാട്ടൽ. എൻ പിള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടി എന്ന് ആലോചിക്കാം. അപ്പൊ എൻ പിള്ള നയോ നമ്മുടെ കുട്ടിയോട്, അതായത് വേണ്ടപ്പെട്ടവരോട് കൂറ് കാട്ടുന്നതിനെയാണ് എൻ പിള്ള നയം എന്ന് പറയാം. ശതകം ചൊല്ലിക്കുക എന്ന് പറഞ്ഞാലോ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലെ. വിഷമിപ്പിക്കുക എന്നാണ് ശതകം ചൊല്ലുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ വേഗം തീർക്കണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇനിയൊക്കെ റിവൈസ് ചെയ്യണം അല്ലെ. ഓക്കെ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.